ഹേയ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഒരിക്കലും പഴയ പടിയാകില്ല എന്ന് തോന്നും വിധം അത്രമേൽ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ? ഒരു പോംവഴിക്കായിട്ട് അള്ളാഹുവിനോട് കെഞ്ചപേക്ഷിച്ചുകൊണ്ട് രാത്രികളിൽ കരഞ്ഞുറങ്ങിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനോഹരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കഠിനമായ വേദനകളിലൂടെ കടന്നു പോകും. ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകും. എല്ലാ വാതിലുകളും നമ്മുടെ മുഖത്ത് അടയുന്നതായിട്ട് തോന്നും. എന്നാൽ അണിയറയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് തയ്യാറാക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് ഉടനടി ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ അള്ളാഹു ഏറ്റവും മികച്ച ആസൂത്രകനാണെന്ന് നമ്മൾ മറക്കുന്നു. അവൻ മുഴുവൻ ചിത്രവും കാണുന്നു. നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അള്ളാഹു നിങ്ങൾക്കൊരു അത്ഭുതം നൽകാൻ പോകുമ്പോൾ അവൻ ആദ്യം നിങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുന്നു. അത് എപ്പോഴും എളുപ്പമായിരിക്കില്ല. ചിലപ്പോൾ അത് പ്രയാസങ്ങളുടെ രൂപത്തിലായിരിക്കും വരുന്നത്. ആദ്യത്തെ അടയാളം കഠിനമായ ഒറ്റപ്പെടലാണ്. യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ വിട്ടുപോയേക്കാം. ജോലി നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ ഈ ലോകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടതായിട്ട് തോന്നും. ഇതൊരു ശിക്ഷയല്ല, ഇതൊരു ദിവ്യമായ വഴിതിരിച്ചുവിടലാണ്. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുകയാണ്. നിങ്ങൾ അവനിൽ മാത്രം ആശ്രയിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊന്നും ഇല്ലാതാകുമ്പോൾ മാത്രമാണ് അള്ളാഹു മാത്രം മതി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നത്. രണ്ടാമത്തെ അടയാളം നിങ്ങളുടെ പ്രാർത്ഥനകളിലെ പെട്ടെന്നുള്ള വർധനവാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. നിശബ്ദമായ രാത്രികളിൽ നിങ്ങളുടെ കണ്ണുനീര് ഒഴുകുന്നു. അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ നിങ്ങളെക്കൊണ്ട് ഇത്രയധികം ചോദിപ്പിക്കുന്നത്. അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ബന്ധം ആഴത്തിലുള്ളതാക്കാൻ ഈ സങ്കടം സഹായിക്കുന്നു. മൂന്നാമത്തെ അടയാളം ജീവിതത്തിലെ സമ്മർദ്ദം അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തുന്നതാണ്. കടങ്ങൾ കുമിഞ്ഞു കൂടുന്നു. രോഗങ്ങൾ മാറുന്നില്ല. കുടുംബ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ സമ്മർദ്ദം വരുന്നത് നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു പിഴിക്കുന്നതിലാണ്. മൂന്നാമത്തെ അടയാളം ജീവിതത്തിലെ സമ്മർദ്ദം അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തുന്നതാണ്. കടങ്ങൾ കുമിഞ്ഞു കൂടുന്നു. രോഗങ്ങൾ മാറുന്നില്ല. കുടുംബ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ സമ്മർദ്ദം വരുന്നത് നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു പെയ്യുന്നതിലാണ്. മൂന്നാമത്തെ അടയാളം ജീവിതത്തിലെ സമ്മർദ്ദം അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തുന്നതാണ്. കടങ്ങൾ കുമിഞ്ഞു കൂടുന്നു. രോഗങ്ങൾ മാറുന്നില്ല. കുടുംബ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ സമ്മർദ്ദം വരുന്നത് നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു പിഴിയുന്നതിനാലാണ്. ലോകത്തുള്ള എല്ലാ തെറ്റായ പ്രതീക്ഷകളും നിങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയാണത്. നിങ്ങളുടെ ബുദ്ധിയിലോ സമ്പത്തിലോ വിശ്വസിക്കുന്നത് നിർത്തി എനിക്കൊന്നുമില്ല, എല്ലാം നിന്റെ കയ്യിലാണ് എന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് സമ്മതിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നാലാമത്തെ അടയാളം നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള സമാധാനമാണ്. പുറത്ത് വലിയ കൊടുങ്കാറ്റ് വീശുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടാകും. നിങ്ങളിനി പരിഭ്രാന്തരാകില്ല. നാളെയെക്കുറിച്ച് ആകുലപ്പെട്ട് ഉറക്കം കളയില്ല. നിങ്ങളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഒരു വിശ്വാസിയുടെ അവസ്ഥ എത്ര അത്ഭുതകരമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം വന്നാൽ അവൻ നന്ദി പറയും. പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കും. രണ്ടും അവന് ഗുണകരമാണ്. അഞ്ചാമത്തെ അടയാളം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നു എന്നതാണ്. ജോലി അപേക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ഒരു വിവാഹാലോചന മുടങ്ങി. നിങ്ങളുടെ ഹൃദയം തകരും. എന്നാൽ അള്ളാഹു ഒരു വാതിൽ അടയ്ക്കുന്നത് അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കാനാണ്. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യം നിങ്ങൾ ദോഷകരമായിരിക്കാം. അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ. ആറാമത്തെ അടയാളം നിങ്ങൾ മനുഷ്യരോട് പരാതി പറയുന്നത് നിർത്തുന്നു എന്നതാണ്. മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെ വിളിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. മനുഷ്യരുടെ സഹതാപം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവിനു വേണ്ടി കരുതി വെക്കുന്നു.
യാക്കൂബ് നബി തൻ്റെ മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സങ്കടവും വേദനയും അള്ളാഹുവിനോട് മാത്രമാണ് പരാതിപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നു. ഏഴാമത്തെ അടയാളം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന നന്ദിയാണ്. അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു തുടങ്ങുന്നു. ദുനിയാവിലെ നേട്ടങ്ങളെക്കാൾ അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് വലിയ അത്ഭുതമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുമെന്ന് അള്ളാഹു ഖുർആനിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ക്ഷമയോടൊപ്പം വിജയമുണ്ടെന്നും ഓരോ പ്രയാസത്തോടൊപ്പവും എളുപ്പമുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ കണ്ണുനീര് അള്ളാഹു കാണുന്നുണ്ട്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഭൗതിക നിയമങ്ങൾക്ക് വിധേയനല്ല. അതുകൊണ്ട് നിരാശപ്പെടരുത്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ഒരുക്കി കഴിഞ്ഞു. നിങ്ങളുടെ ക്ഷമയ്ക്ക് ഉടനെ ഫലം ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.